ഇന്ന് അവൽ വിളയിച്ചതാണ് ഉണ്ടാക്കുന്നത്. ഇത് മട്ട റൈസിൻ്റെ അവലാണ്. അവൽ വിളയിച്ചതുണ്ടാക്കാൻ മട്ട റൈസിൻ്റെ അവലാണ് നല്ലത്. ഇത് ഓൾറെഡി റോസ്റ്റഡ് ആണ്, അതുകൊണ്ട് ഞാനിനി ചൂടാക്കാനൊന്നും പോകുന്നില്ല. ഇനിയും ചൂടാക്കിയാൽ അത് വല്ലാതെ ഹാർഡായി പോവും. കറുത്ത ശർക്കരയാണ് അവൽ വിളയിക്കാൻ വേണ്ടത്. ഇത് മറയൂർ ശർക്കരയാണ്. പെട്ടെന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ പൊടിച്ചു വെച്ചതാണ്. ഇത് വെറുതെ മെൽറ്റ് ചെയ്തെടുത്താൽ മതി, നൂൽ പാകമൊന്നും ആകണ്ട. മെൽറ്റായി, ഇനി മാറ്റി വയ്ക്കുകയാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വറുത്തെടുക്കണം. അതിന് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ആദ്യം പൊട്ടുകടലയാണ് വറുത്തെടുക്കുന്നത്. പൊട്ടുകടല കഴുകിയതിന് ശേഷം ഒരു ടവലിലിട്ട് ചെറുതായിട്ടൊന്ന് ഡ്രൈ ചെയ്തതാണ്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ സാവകാശം നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കണം. അതിൻ്റെ ഉള്ളൊക്കെ ഫ്രൈ ആയില്ലെങ്കിൽ പെട്ടെന്ന് കേടായിപ്പോവും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ഇത് നേരത്തെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. പൊട്ടുകടല ഒരുപാട് മൂപ്പിച്ചെടുക്കാൻ പാടില്ല, ഹാർഡായി പോവും. ഇത്രയും ആയാൽ മതി. കൂടുതൽ കരിയാതിരിക്കാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. അതിനുശേഷം എടുത്തു മാറ്റി. വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ട് റേസിൻസ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. റേസിൻസും കഴുകിയാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ അതിന് പ്രശ്നമൊന്നുമില്ല, അത് ഫ്രൈ ആകുമ്പോൾ പ്ലംബി ആയിക്കോളും. ഫ്രൈ ആയി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് എടുത്തു മാറ്റേണ്ടത്. അതിനുശേഷം വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ട് കാഷ്യൂ നട്ട്സ് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂ നട്ട്സ് ഓൾമോസ്റ്റ് ഫ്രൈ ആയി കഴിയുമ്പോൾ അതിലേക്ക് എള്ളിട്ട് കൊടുക്കാം. ഫ്ലെയിം സിമ്മർ ചെയ്തതിനു ശേഷം വറുത്തെടുക്കണം, അല്ലെങ്കിൽ എള്ള് കരിഞ്ഞു പോകും. കാഷ്യൂ നട്ട്സും എള്ളും ഫ്രൈ ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് എടുത്തു മാറ്റേണ്ടത്. അപ്പോൾ എല്ലാം വറുത്തെടുത്ത് കഴിഞ്ഞു. ഇനി ചുവട് കട്ടിയുള്ള ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയിലെ ഈർപ്പം പോകാൻ വേണ്ടി വെറുതെ അതിൽ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം. ആദ്യമൊക്കെ ആ പാത്രത്തിൽ ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കും. ഡ്രൈ ആയി കഴിയുമ്പോൾ അത് ഒട്ടിപ്പിടിക്കത്തില്ല. ഇതാണ് അതിൻ്റെ പാകം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ശർക്കരപ്പാനി അരിച്ചൊഴിക്കണം. അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി ഈ ശർക്കരപ്പാനിയിൽ തേങ്ങ നല്ലതുപോലെ വരട്ടിയെടുക്കണം. ഇങ്ങനെ വരട്ടി 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 പാനി ഒന്ന് വറ്റി വരണം. ചെറിയൊരു നനവേ പിന്നെ പാടുള്ളൂ. എന്ന് പറഞ്ഞാൽ അവൽ നനച്ചെടുക്കാൻ പാകത്തിന് ഈർപ്പം വേണം. ഈ സ്റ്റേജിലാണ് ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും ചേർക്കേണ്ടത്. ഇനി ബാക്കി കൂടി വരട്ടാം. കുറച്ച് പാനി കൂടി വറ്റാനുണ്ട്. ഇതേമാതിരി ആക്കിയെടുക്കണം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം വിളയിച്ച തേങ്ങ സ്പ്രെഡ് ചെയ്തിടാം. ചൂട് കുറഞ്ഞതിന് ശേഷം മാത്രമേ അവൽ ചേർക്കാൻ പാടുള്ളൂ. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി അവൽ മിക്സ് ചെയ്യാൻ പോവുകയാണ്. അവൽ എല്ലാം കൂടി ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കരുത്. കുറേശ്ശെ അവൽ ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഓരോ അവലിലും ശർക്കര പിടിക്കുകയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇപ്പോൾ വാങ്ങാൻ കിട്ടുന്ന ശർക്കരപ്പൊടിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അത് അരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിൽ കല്ലൊന്നും കാണത്തില്ല. ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ ബോട്ടിൽ ചെയ്യാൻ പാടുള്ളൂ. ഫ്രിഡ്ജിൽ വയ്ക്കുവാണെങ്കിൽ ഒരു പ്രശ്നവുമില്ലാതെ ഒരു 3 ആഴ്ചയൊക്കെ കഴിക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പൊട്ടുകടല, റേസിൻസ്, കാഷ്യൂ നട്ട്സ്, എള്ള് ഇതെല്ലാം ഇട്ടുകൊടുക്കുക. കുറച്ച് നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്, അധികം വേണ്ട. സ്പൂൺ കുറച്ച് വലുതാണെങ്കിലും 1 ടീസ്പൂണിനുള്ള നെയ്യ് മാത്രമേ ഞാൻ അതിൽ ചേർത്തിട്ടുള്ളൂ. നെയ്യ് അധികമായാൽ കൊള്ളത്തില്ല. ഇനി അതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇത് കഴിക്കാൻ പഴമൊന്നും വേണ്ട, എന്നാലും പഴം ചേർത്ത് കഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇഷ്ടമുള്ളവർക്ക് ഏത് നേരം വേണമെങ്കിലും ഇത് കഴിക്കാം. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുവാണെങ്കിൽ നിങ്ങൾക്കിതിൻ്റെ പാകം മനസ്സിലാകും. ശർക്കരപ്പാനിയും മറ്റു സാധനങ്ങളൊക്കെ ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യം കഴിയും. ഇതൊക്കെ ഒന്ന് ചെയ്തെടുക്കുന്നതാ അതിൻ്റെ ഒരു മെനക്കേട്.
കുറച്ചൊന്ന് ബുദ്ധിമുട്ടിയാൽ നല്ലൊരു സാധനം കഴിക്കാൻ പറ്റും. അങ്ങനെ അവൽ വിളയിച്ചത് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി മറ്റൊരു റെസിപ്പിയുമായി വരാം.